ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. വസുന്ധര തന്നെ വിളിച്ച കാര്യം അഖിൽ പറയുമ്പോൾ സാറിന് ഓഫീസിലേക്ക് തിരികെ പോയിക്കൂടായിരുന്നോ എന്ന് ശ്യാമ ചോദിക്കുന്നു. ഇല്ലടോ, എൻ്റെ ലക്ഷ്യം ഇപ്പോൾ അതൊന്നുമല്ല. നമുക്ക് ഇത്തിരി കൂടി മെച്ചപ്പെട്ട ഒരു ബിസിനസ് തുടങ്ങണം. എന്നും ഇങ്ങനെ ജീവിച്ചാൽ പോരല്ലോ. അമ്മയുടെയും ഐശ്വര്യയുടെ മുമ്പിൽ തലയുയർത്തി തന്നെ എനിക്ക് നിൽക്കണമെന്നൊക്കെ അഖിൽ പറയുമ്പോൾ അഖിലിനെ തന്നെ നോക്കുകയാണ് ശ്യാമ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിലേക്ക് ജി.കെ വരുന്നതാണ്. ജി.കെ കാണുമ്പോൾ സന്തോഷത്തോടെ തന്നെ അഖിലും ശ്യാമയും ചെല്ലുന്നു. തുടർന്ന് ജി.കെ പറയുകയാണ്, ഇന്ന് വിസ്മയ്ക്ക് അവാർഡ് കിട്ടുന്ന ദിവസമല്ലേ? ശ്യാമയ്ക്ക് കിട്ടേണ്ട അവാർഡായിരുന്നില്ലേ അത്? എനിക്കതിൽ വിഷമമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനത് പറയാനല്ല വന്നത്. ഒരു പ്രമുഖ ടെലിവിഷൻ ചാനലിലെ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. എന്താണെങ്കിലും ശ്യാം അതിൽ പങ്കെടുക്കണം. ശ്യാമയുടെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും അത്. എന്താണെങ്കിലും സാർ, ശ്യാം അതിൽ പങ്കെടുത്തിരിക്കുമെന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമയും സമ്മതം പറയുന്നു. ഇത് കേട്ട് സന്തോഷത്തോടെ ജി.കെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ ഫോണിലേക്ക് വിസ്മയെ വിളിക്കുന്നതാണ്. സാർ, വിസ്മയാണല്ലോ വിളിക്കുന്നതെന്ന് ശ്യാമ പറയുമ്പോൾ താൻ എന്താണെങ്കിലും കോൾ എടുക്കാൻ അഖിൽ പറയുന്നു. തുടർന്ന് വിസ്മയ പറയുകയാണ്, അതെ, ഇന്നാണ് അവാർഡ് ഫംഗ്ഷൻ. നീയും നിന്റെ പച്ചക്കറി കടക്കാരൻ ഭർത്താവും എന്താണെങ്കിലും ഫംഗ്ഷന് വരണം. അവൻ അന്ന് പബ്ലിക് പ്ലേസിൽ വെച്ച് എന്തോ പറഞ്ഞത്, ശ്യാമയുടെ മ്യൂസിക് ട്യൂഷനിൽ ഞാൻ ചേരണമെന്നോ. എന്നാലേ ഞാൻ അവാർഡ് വാങ്ങുന്നത് കാണാൻ അവനും വേണം. ഇത് കേൾക്കുന്ന അഖില് ദേഷ്യത്തോടെ പറയുകയാണ്, എന്താണെങ്കിലും ഫംഗ്ഷന് ശ്യാമയും ഉണ്ടാകും. ശരി, നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വിസ്മയ കോള് കട്ട് ചെയ്യുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, സാർ എന്തിനാ ഉറപ്പ് പറയാൻ പോയത്? നമ്മൾ എന്തിനാ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്? ആരോ എൻ്റെ മനസ്സിലിരുന്ന് ഫംഗ്ഷന് പോകണമെന്ന് പറയുന്നത് പോലെ തോന്നിയടോ. എന്താണെങ്കിലും പറഞ്ഞു പോയില്ലേ, നമുക്ക് പോകാമെന്ന് അഖിൽ പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ. എന്താണെങ്കിലും പറഞ്ഞില്ലേ, ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാം, താനും റെഡിയായി നിൽക്ക്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് അഖിൽ പറയുന്നു. എൻ്റെ കൃഷ്ണ, എന്തൊരു പരീക്ഷണമായതെന്ന് ശ്യാമ പറയുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അവാർഡ് ഫംഗ്ഷൻ എത്തി നിൽക്കുന്ന അഖിലിനെയും ശ്യാമയുമാണ്. അതേസമയം വിസ്മയ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെയുള്ളവർ വിസ്മയെ പൂച്ചെണ്ട് നൽകി സ്വീകരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് വിസ്മയ ശ്യാമയെ കാണുന്നത്. അപ്പോൾ നീ വന്നല്ലേ? ഞാൻ വിചാരിച്ചു നീ പേടിച്ചിട്ട് വരില്ലെന്ന്. എന്താണെങ്കിലും വന്നത് നന്നായി. ഞാൻ അവാർഡ് വാങ്ങുന്ന രംഗം നിനക്ക് ലൈവായി തന്നെ കാണാമല്ലോ. തുടർന്ന് അഖിലിനെ നോക്കി വിസ്മയ പറയുകയാണ്, അതെ, സംഗീതത്തിന് കഴിവല്ല വേണ്ടത്, പ്രായോഗിക ബുദ്ധി മാത്രമാ. അതുകൊണ്ടല്ലേ ഇപ്പോൾ എനിക്ക് അവാർഡ് കിട്ടിയത്. പിന്നെ നിനക്ക് വേണ്ടി ഒരു ഉപകാരം ഞാൻ ചെയ്തു തരാം. ഫംഗ്ഷൻ കഴിഞ്ഞ് ഇവര് എനിക്ക് വേണ്ടി ഒരു ഡിന്നർ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കഴിച്ചു കഴിഞ്ഞ് മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിലേ നീയും നിന്റെ ഭർത്താവും മൂക്കുമുട്ട തിന്നിട്ട് ഇവിടുന്ന് പൊക്കോ. അത്രയും പറഞ്ഞുകൊണ്ട് വിസ്മയ അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടെ അപമാനിതയായി നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് ശ്യാമ പറയുകയാണ്, സാറ് നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോൾ അവൾ പറയുന്നത് കേട്ടില്ലേ? അതേസമയം കണ്ണൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സാറിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ ഇവിടെ വരണ്ടെന്ന്. സാറിൻ്റെ നിർബന്ധം കാരണമല്ലേ വന്നത്. ഇപ്പോൾ എന്തായി? അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ പറയാനൊരുങ്ങുമ്പോഴാണ് അവിടെ കണ്ണൻ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അഖിൽ കാണുന്നത്. കണ്ണനെ കണ്ട് ഒരമ്പരപ്പോടെ നിൽക്കുകയാണ് അഖിൽ. അങ്ങനെ അഖിൽ കണ്ണനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കണ്ണൻ പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ്. സാർ എന്താ പറഞ്ഞതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, നമ്മൾ രണ്ടുപേരും ഈ ഫംഗ്ഷന് വരണമെന്ന് ആരോ എൻ്റെ മനസ്സിലിരുന്ന് പറയുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. അതിപ്പോ തെറ്റായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശ്യാമേ, ദേ അങ്ങോട്ടേക്ക് നോക്കിക്കേ, അവിടെ കണ്ണൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അഖില് അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ കണ്ണൻ ഉണ്ടായിരുന്നില്ല. സാറ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, എല്ലാം തനിക്ക് മനസ്സിലായിക്കോളും, താൻ വാ, നമുക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാം. അതേസമയം വസുന്ധരയും ചീഫ് ഗസ്റ്റായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ പരിപാടി തുടങ്ങിയിരിക്കുന്നു. അടുത്തതായി അവാർഡ് ദാന ചടങ്ങാണ്. പ്രശസ്ത ഗായിക വിസ്മയെ വേദിയിലേക്ക് വിളിക്കുന്നെന്ന് അവതാരകൻ പറയുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ് വസുന്ധരയും വിസ്മയയും. ഈ അവാർഡ് നൽകാനായി വസുന്ധര മേഡത്തിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ വസുന്ധര അവാർഡ് കൊടുക്കാൻ പോകുമ്പോഴേക്കും കണ്ണൻ പറയുകയാണ്, അവാർഡ് കൊടുക്കാൻ വരട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് വിസ്മയയുടെ ഹിറ്റ് പാട്ട് ഞങ്ങൾക്ക് കേൾക്കണമെന്ന് കണ്ണൻ വീണ്ടും പറയുന്നു. ശരിയാ, വിസ്മയ പാടട്ടെ, വിസ്മയയുടെ പാട്ട് കഴിഞ്ഞു മതി അവാർഡെന്ന് അവിടെയുള്ള കാണികൾ എല്ലാവരും പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് വിസ്മയ. തുടർന്ന് അവതാരകൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും പറഞ്ഞത് ശരിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഗായിക നമുക്ക് വേണ്ടി ഇപ്പോൾ പാട്ട് പാടുന്നതായിരിക്കും. ഇതൊക്കെ കേൾക്കുന്ന വിസ്മയ ടെൻഷനോടെ നിൽക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, വിസ്മയമോള് പാട്, മോളുടെ പാട്ട് കൂടി കേൾക്കാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് എൻ്റെ ശബ്ദത്തിന് കുറച്ച് പ്രശ്നമാണെന്ന്
വിസ്മയ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല മോളെ, മോള് പറ്റുന്ന രീതിയിൽ പാടിയാൽ മതിയെന്ന് വസുന്ധര പറയുന്നു. എൻ്റെ ശബ്ദം പോയി, എനിക്കിനി ഒരു പാട്ടും പാടാൻ പറ്റില്ലെന്ന് വിസ്മയ പറയുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ്, അതിന് വിസ്മയുടെ ശബ്ദത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ മമ്മിയൊപ്പം ഇല്ലല്ലോ, മമ്മി ഉണ്ടെങ്കിലേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ. അരുന്ധതി എവിടെ പോയെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ മമ്മി ചെന്നൈയിൽ പോയിരിക്കുകയാണെന്ന് വിസ്മയ പറയുന്നു. ഇത് കേൾക്കുന്ന അവതാരകൻ പറയുകയാണ്, വിസ്മയ ഇപ്പോൾ പാട്ട് പാടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാകും, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് തല കറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ് വിസ്മയ. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അഖിലും ശ്യാമയും. തുടർന്ന് വിസ്മയെ കൊണ്ട് അവിടെ കസേരയിലിരുത്തിയിട്ട് വസുന്ധര ആലോചിക്കുകയാണ്, ഈ വിസ്മയ എന്താ എപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അതേസമയം കണ്ണൻ അവിടെ വന്ന് പറയുകയാണ്, അവാർഡിന് അർഹമായ പാട്ട് ശ്യാമ പാടട്ടെ. അങ്ങനെ പല സൈഡിലും വന്നു നിന്ന് കണ്ണൻ അവാർഡിന് അർഹമായ പാട്ട് ശ്യാമ പാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഞെട്ടലോടെ ഇരിക്കുകയാണ് വിസ്മയ. തുടർന്ന് അവതാരകൻ ചോദിക്കുകയാണ്, ആരാ ശ്യാമ? ശ്യാമ ആരാണെങ്കിലും വേദിയിലേക്ക് വരണമെന്ന് അവതാരകൻ പറയുമ്പോൾ അഖില് ശ്യാമയെ എഴുന്നേൽപ്പിച്ച് വിടുകയാണ്. അങ്ങനെ ശ്യാമ വേദിയിലേക്ക് നടക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധരയും വിസ്മയയും. എന്നാൽ സന്തോഷത്തോടെ അഖില് ശ്യാമയെ നോക്കുമ്പോൾ അവിടെ നിന്ന് കണ്ണനും ശ്യാമയെ തന്നെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.